ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, കീം 2025 വിദ്യാർത്ഥികൾ കടന്നുപോയ ഒരു വലിയ അവസ്ഥ നമ്മൾ കണ്ടു. റാങ്ക് ലിസ്റ്റ് വരെ റദ്ദാക്കി. അതിന് സമാനമാണ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഇപ്പോഴുള്ള മറ്റൊരു രൂപത്തിൽ കീം 2025 വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് പുതിയൊരു കോടതി വിധി, ഹൈക്കോടതി വിധി എത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, റാങ്ക് പട്ടിക പരിഷ്കരിക്കാനാണ് ഹൈക്കോടതി ഇപ്പോൾ പ്രവേശന കമ്മീഷനോട്, നമ്മുടെ സിഇഒയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് വളരെ പ്രധാനമായിട്ട് നോക്കാം. ഇപ്പോൾ വന്ന റാങ്ക് പട്ടിക അങ്ങനെയാണ് എങ്കിൽ അസാധുവാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒരാളുടെ റാങ്ക് മാറിയാൽ പോലും അത് മറ്റൊരു കുട്ടിയെ എഫക്ട് ചെയ്യും, കംപ്ലീറ്റ് റാങ്കുകൾ മാറുന്ന ഒരു തരത്തിലേക്ക് മാറും. എന്താണ് ഇതിന്റെ പശ്ചാത്തലം കൃത്യമായിട്ട് നോക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ ഇന്നലെ തന്നെ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കീം റാങ്ക് പട്ടിക, ഇന്ന് രാവിലെ വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ കട്ടിംഗ് കൂടി ഞാൻ ഇവിടെ ചേർക്കുകയാണ്. കീം റാങ്ക് പട്ടിക പരിഷ്കരിക്കാൻ പ്രവേശന പരീക്ഷാ കമ്മീഷണറോട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി അത് നടപടി എന്ന് പറയുന്നത് 2 വിദ്യാർത്ഥികളുടെ ഹർജിയിലാണ്. ആ ഹർജിയിൽ എന്താണ് അവർ ചോദിച്ചത്? വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച പുനർമൂല്യനിർണ്ണയമാക്കി, അതായത് CBSE +2വിന്റെ റീവാല്യൂഷൻ റിസൾട്ട് സ്വീകരിക്കാനും ആ പുതുക്കിയ മാർക്ക് അനുസൃതമായി എഞ്ചിനീയറിംഗ് ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ്, പരീക്ഷയുടെ റാങ്ക് പട്ടിക താൽക്കാലികമായി പരിഷ്കരിക്കാനും പ്രവേശന കമ്മീഷണറോട് ഇപ്പോൾ ഹൈക്കോടതി തന്നെ, ഇത് ജൂലൈ 2-ന്, അതായത് ഇന്ന് വന്നൊരു റിപ്പോർട്ടാണ്. അതായത് പുനർമൂല്യനിർണ്ണയത്തിന് ശേഷം ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കീം റാങ്കുകൾ പരിഷ്കരിക്കാനാണ് ആ കുട്ടികൾ ആവശ്യവുമായിട്ട് കോടതിയെ സമർപ്പിച്ചത്. അപ്പോൾ ജസ്റ്റിസ് ബൈച്ചു കുര്യൻ തോമസ് ഇടക്കാല ഉത്തരവ് പുറപ്പിച്ചു എന്ന ഒരു വാർത്തയുമുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിലെയും പെരുമ്പാവൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഹർജിക്കാര്. അപ്പോൾ CBSE പുനർമൂല്യനിർണ്ണയ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലെ കാലതാമസം കാരണം എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ മികച്ച റാങ്കുകൾ നേടാനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നും വിദ്യാർത്ഥികൾ വാദിച്ചു. അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു, 13% വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഇതിലൊരു ക്രമക്കേടുണ്ട് എന്ന്. അപ്പോൾ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇടപെടുന്നത് അതിൽ ഉൾപ്പെട്ടുന്നവരുടെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചതെങ്കിലും ഈ കേസ് വ്യത്യസ്തമായ രീതിയിലാണ് എന്നും രാജ്യത്തുടനീളം ഈ വർഷം CBSE ഈ പറയുന്ന പുനർമൂല്യനിർണ്ണയത്തിലുണ്ടായ അപാകതകൾ, വലിയ തോതിലുള്ള പിശകുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അതിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും ഈ പറയുന്ന അതനുസരിച്ച് ജൂലൈ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഹർജിക്കാർക്ക് പുതുക്കിയ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കീം പോർട്ടൽ വീണ്ടും തുറക്കാൻ കോടതി ഉത്തരവിട്ടു. അപ്പോൾ അത്തരത്തിലൊരു ജനറൽ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഇത് എപ്രകാരമാണ് CE പരിഗണിക്കുന്നത് എന്ന് എന്തായാലും കണ്ടു തന്നെ അറിയണം. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ച ശേഷം ഹർജിക്കാർക്ക് നൽകിയിട്ടുള്ള പുതുക്കിയ റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവേശനത്തിനുള്ള അവരുടെ അപേക്ഷ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപ്പോൾ ഇതിലൊരു ക്ലാരിഫിക്കേഷന്റെ കുറവുണ്ട്. ഈ 2 കുട്ടികളാണ് ഇവ ഹർജിയുമായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ പ്രശ്നമുള്ള നിരവധി CBSE വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത്തരത്തിൽ റീവാല്യൂഷനുമായി ബന്ധപ്പെട്ട മാർക്ക് അപ്ലോഡ് ചെയ്യാൻ വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് എന്ന് കണ്ടു തന്നെ അറിയണം. കാത്തിരിക്കാം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓൾ ദി ബെസ്റ്റ്.